ഗീതേ, ആ ചേച്ചി വാ. എടി നീ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോടി? ഇതെന്നാ ചോദ്യം ചേച്ചി? പ്രേതത്തിനെ ചോദ്യമാണോ? ഞാൻ ഇന്നലെ പ്രേതത്തിനെ കണ്ടു. അതാ ഞാൻ. അയ്യോ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല ചേച്ചി. കഥയെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ കേൾക്കുന്നത്. ഞാൻ കണ്ട കഥ ഞാൻ പറയാം. ഇന്നലെ രാത്രിക്ക് ഭയങ്കര ഒരു ഇട്ടൂന്നെടുത്ത് മുറ്റത്തോട്ട് എറിയുന്ന പോലെ തോന്നിയ എന്നാന്നറിയാവുന്ന കണ്ട് ഞാൻ കഥ തുറന്ന് ഇറങ്ങിച്ചെന്നിരി. ഇറങ്ങി ചെന്നപ്പം ഇതുപോലൊരു വെള്ള മുണ്ട് കൊടുത്ത് ഒരാള് എന്നിട്ട് ഇങ്ങനെ പുക മുകളിലോട്ട് പൊങ്ങുന്നുണ്ട്. ഇയാളിന്റെ തലയുടെ മുകളിൽ നിന്ന് പുക പൊങ്ങുന്നുണ്ടേ. ചേച്ചിക്ക് തോന്നിയതാണോ? അന്നേരം ഞാനോർത്ത് ഇത് എന്നാ കളിയാ, ഇതിനി മനുഷ്യനാണോ എന്നാന്നറിയാവുന്നുണ്ട്. ഇവിടെ കാല് നിലത്ത് കുത്തിയിട്ടുണ്ടോന്ന് അറിയണ്ടിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത് ചെന്നു. ചെല്ലുകയെ എൻ്റെ എടി ഇട്ടപ്പോ തോന്നുന്നതാ ഞാൻ താഴെ കിടക്കുന്നു. അയ്യോ, ബോധം കെട്ടുപോയി. ഞാൻ ബോധം കെട്ടുപോയെന്ന് പറഞ്ഞാ എന്നിട്ട് എൻ്റെ അടി എന്റെ കെട്ടിയവൻ ഇറങ്ങി വന്ന് നോക്കുമ്പോ പ്രേതം ഇങ്ങനെ അങ്ങ് മുകളിലോട്ട് പോകുന്നതാ കാണുന്നത്. മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും അയക്ക് മനസ്സിലായി ഇത് പ്രേതമാണെന്ന് മനസ്സിലായി. നേരത്തെ ഞാനിവിടെ കിടക്കുമല്ലേ ബോധം കെട്ട്. എന്നിട്ട് പുള്ളി എന്നാ ചെയ്തു? പുള്ളി എന്നാ ചെയ്തു? പുള്ളി പേടിച്ച് വറച്ച് ഓട്ടിച്ചെന്ന് വേറെ കയറി വാതിൽ അടച്ച് സുഖമായിട്ട് വരയ്ക്കാതിരുന്നു. അപ്പൊ ചേച്ചി വീണ് കിടക്കുന്ന കണ്ടില്ലേ? ഞാൻ വീണ് കിടക്കുന്ന കാണാതിരിക്കുന്ന എങ്ങനെ? അയാളല്ലേ എന്നെ കമ്പെടുത്ത് തലക്കിട്ട് തല്ലി അടിച്ച് താഴെ ഇട്ടത്. പിന്നെ എങ്ങനെ കാണാതിരിക്കുന്നത്? ചേച്ചി പ്രേതം കണ്ട് പേടിച്ച് ബോധം കെട്ടല്ലേ? പ്രേതം കണ്ട് പേടിച്ചൊന്നും ബോധം കെട്ടതൊന്നും അല്ല. ഈ ചേട്ടൻ എന്തിനാ അടിച്ചത്? ചേട്ടൻ എന്തിനാ അടിച്ചത്? ഞാൻ അന്നേരം രാത്രിക്ക് അവിടെ നിൽക്കുന്ന കണ്ടിട്ടാണോ എന്തിനാന്നുള്ളത് എനിക്കറിയത്തില്ല. ഓ, ആ സമയത്ത് മുറ്റത്തിറങ്ങി നിൽക്കുന്ന നോക്കുമ്പോ ഈ ഒരു രൂപം നിൽക്കുന്നതും കണ്ടായിരിക്കും. കണ്ടു. അപ്പൊ ചേട്ടൻ എന്തോ വേറെന്തൊക്കെയോ തോന്നിട്ട് എന്റെ താഴേക്കിട്ട് അടിച്ച് എന്നെ താഴെ ഇട്ടേച്ച് ഓടിക്കേറി പെരക്കാത്ത് പോയി. പ്രേതമാന്ന് കണ്ടപ്പോ പേടിച്ച് പോയി. പെരക്കാത്ത് കയറി പോയി. അടി കിട്ടിയത് എന്റെ തലയ്ക്ക്. എന്നിട്ട് ചേച്ചിക്ക് എപ്പോഴാ ബോധം വീണത്? ബോധം വീണത് എപ്പോഴാണെന്ന് ചോദിച്ചാ നേരം വെളുപ്പായി. അതുവരെ ആ മുറ്റത്ത്. അയ്യോ, കഷ്ടം. ചേട്ടൻ എടുക്കണമാണല്ലോ. അടിച്ച് ബോധം കെട്ട് വീണ് കിടന്നിട്ട് അനങ്ങാതെ. ഞാൻ ആ കിടപ്പ് കിടന്നിട്ട് ഞാൻ പേടിച്ചു പോയി. ഞാൻ എന്റെ തലയെല്ലാം മരച്ചെന്റെ. ഇപ്പോഴും എനിക്കത് ഓർത്താ. ചേച്ചി ഈ ശരിക്കും ചേച്ചി കണ്ടതാണോ? ഇത് പ്രേതമൊക്കെ ആണോ? ഞാൻ കണ്ടതാ. ഞാൻ പേടിച്ച് വിറച്ചു പോയി, അറിയാമോ? എന്നിട്ട് ഞാൻ വീഴാതെ പിടിച്ചു നിന്നു. ഇയാളാണ് എന്നെ അടിച്ച് താഴെ ഇടുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം, ചേട്ടൻ ആള് കൊള്ളാം. അതിന്റെ പകരം ഞാൻ വീട്ടും ശരിക്ക് വീട്ടാതൊന്നും ഇരിക്കുകയല്ല. അത് കൊള്ളാം. ഇങ്ങനത്തെ അത് ഇച്ചിരി കടന്ന കൈയായി പോയി കേട്ടോ. കടന്ന കൈക്ക് അതിലും ശകലം കൂടെ കടന്ന കൈ ഞാൻ പ്രയോഗിക്കും. അല്ലാതെ ചേച്ചിയുടെ തലയ്ക്ക് എന്നിട്ട് എന്തേ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? തലയ്ക്ക് നല്ല വേദനയുണ്ടടി. എന്ത് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ? ആശുപത്രിയിലൊന്നും പോയില്ല. ഇനി നാളെയും കൂടെ വേദന ഉണ്ടെങ്കിൽ ആശുപത്രിയിലെങ്ങാനും പോയി നോക്കണം. ഇന്നും ഒരു പണിയൊന്നും ചെയ്തില്ല. പ്രേതം വരുത്തിയ വീന. ഇതിലെയൊക്കെ പ്രേതം ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് ഇത് കഥ കേൾക്കുന്ന പോലും പേടിയാ. വരുത്തിയ വീനയല്ലേ എനിക്ക് പറ്റിയത്. എനിക്ക് പറ്റിയത് എന്റെ കെട്ടിയ വരുത്തിയ വീനയല്ലേ. അതൊക്കെ വെറുതെ വിടാൻ പറ്റും? അത് പാടില്ല. എന്താ തൊപ്പുരാനെ, എനിക്ക് കേട്ടിട്ട് ഇത് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ പേടിക്കാനൊന്നും വേണ്ട, അതൊക്കെ പോയി. ഏതാണ്ട് എത്ര സമയമായി കാണും രാത്രിയിൽ? രാത്രി ഒരു 9:10 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതോ ഇനിയും 12 മണിയാണോ എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതുപോലെ നോക്കാനെടുക്കലോ. അന്നേരം ഞാൻ ഇങ്ങനെ വീഴ്ചില്ല. പിന്നെ എങ്ങനെ? അയ്യോ, എന്നാണേലും നേരം വെളുക്കുവോളോ അവിടെ വഴി കിടന്നു. പറയണ്ട, എനിക്ക് ചത്തുപോയായിരുന്നേ എന്നാ ചെയ്തേനെ ഈ ചേട്ടൻ? ചത്തുപോയെങ്കിൽ അയക്കനാ. കൊള്ളാം ഏതായാലും. എന്നിട്ട് നേരം വെളുത്ത് കഴിഞ്ഞ് ചേച്ചിയെ വന്ന് നോക്കിയൊന്നുമില്ല അല്ലേ? എവിടെ നോക്കാൻ? നേരത്തെ ഞാൻ പിന്നെ വെളി വീണപ്പോഴേ ഞാൻ എഴുന്നേറ്റ് ചെന്ന് വീട്ടിൽ കയറി. കുഴപ്പമില്ലല്ലോ, ഒന്നും പറ്റിയില്ല. ഏതായാലും സാരമില്ല, ക്ഷമിച്ചേരെ. ഇനി അതിന് പകരം വീട്ടാനൊന്നും പോവണ്ട. ക്ഷമിച്ചാ പിന്നെ അത് ആവർത്തിക്കുകയല്ലേ. അയ്യോ, ഇനി പ്രേതം വരാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. പ്രേതം ഇങ്ങനത്തെ തലക്കിട്ടടിയും കൊണ്ട് വരാതിരുന്നാൽ മതി. ഇനി ഇങ്ങനത്തെ പ്രേതമൊക്കെ ഇല്ലേ വന്നാലേ ഇനി അടുത്തുള്ള വീടുകളിലൊക്കെ ഇതുപോലെ തലക്കടി കിട്ടും പെണ്ണുങ്ങൾക്ക് ഇട്ട്. അടി കിട്ടായിരിക്കുമോ പിന്നെ? ആ സമയത്ത് എന്നാ നോക്കി ആയി നിൽക്കുന്നതെന്ന് ആൾക്കാർ ആണുങ്ങൾ വീട്ടിലുള്ളവർ ഓർക്കില്ലേ? അപ്പം അടി എന്തായാലും കിട്ടും. അതിലാണ് പറ്റിയത്. ഓ, എന്നാണെങ്കിലും ചേച്ചി രക്ഷപ്പെട്ടല്ലോ, ചത്തുപോയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇനി ആ പ്രേതം ഇലയൊക്കെ വരാതിരിക്കട്ടെ കേട്ടോ.
പ്രേതം വരാതിരിക്കോ വരുവോ എന്തേലും ചെയ്യട്ടെ, എനിക്ക് ഇതിനൊരു പകരം വീട്ടാ ഞാൻ അടങ്ങി. അയ്യോ ഇനിയും പകരം വീട്ടിലൊന്നും വേണ്ട എൻ്റെ പൊന്നി ചേച്ചി, രക്ഷപ്പെട്ടല്ലോ. പിള്ളേരുടെ ഭാഗ്യം കൊണ്ടാ ഞാൻ ചാകാതിരുന്നത്, അറിയാവോ? അയ്യോ ശരിയാ, എൻ്റെ പകരം